നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റാഷണൽ ഫങ്ഷൻസ് ആണ്. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് ആണ്. അതിൽ ആദ്യത്തെ ഫംഗ്ഷൻ നമ്മൾ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ പഠിച്ചു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. സെക്കൻഡ് ഫംഗ്ഷൻ നമ്മൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ പഠിച്ചു, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സം കോൺസ്റ്റൻറ്റ് കെ. തേർഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ പഠിച്ചു, പി ഓഫ് എക്സ് ഈക്വൽ ടു എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് a2x സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് an x റേസ് ടു n. ഇനി നമ്മൾ ഫോർത്ത് പഠിക്കുന്നത് റാഷണൽ ഫങ്ഷൻസ്. A function which can be written in the form, suppose f of x equal to some p of x by q of x, where p of x and q of x are polynomials and q of x not equal to 0. Such functions are known as rational functions. For example, we can write f of x equal to x square plus 4x plus 2 divided by 9x plus 5. Here p of x is x square plus 4x plus 2, which is a polynomial. q of x is 9x plus 5. ഇവിടെ ഡിനോമിനേറ്റർ നോട്ട് ഈക്വൽ ടു 0 ആവണം. നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ എക്സിൻ്റെ ഏതെങ്കിലും വാല്യൂസിന് ഡിനോമിനേറ്റർ 0 ആകുമോ. അങ്ങനെ 0 ആവുന്നുണ്ടെങ്കിൽ ആ നമ്പർ, ആ എക്സിൻ്റെ വാല്യൂ ഏതായിരിക്കും, അതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ 9x പ്ലസ് 5 ഈക്വൽ ടു 0 കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? 9x ഈക്വൽ ടു -5, x ഈക്വൽ ടു -5/9. Whenever the value of x equal to -5/9, your denominator will be equal to 0. So this can be written as f of x equal to x square plus 4x plus 2 divided by 9x plus 5. കൂടെ എന്ത് വേണം? q of x not equal to 0 എന്നതുപോലെ ഇവിടെ എന്തായിരിക്കണം? ഇവിടെ x നോട്ട് ഈക്വൽ ടു -5/9 ആയിരിക്കണം. x ഈക്വൽ ടു 5/9 ആകുമ്പോൾ യുവർ ഡിനോമിനേറ്റർ വിൽ ബി ഈക്വൽ ടു 0. സോ യുവർ x need not be equal to, does not be equal to -5/9. 5/9 ആകുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡിനോമിനേറ്റർ 0 കിട്ടും. such functions which can be written in the form p of x by q of x, where q of x not equal to 0. For example, we can write this is a rational function. റാഷണൽ ഫങ്ഷൻസിൽ നമുക്കൊരു ഫിഗർ ചോദിക്കുന്ന ഒരു ഫങ്ഷൻ ഇതാണ്. സപ്പോസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. ഇവിടെ 1 എന്ന് പറയുന്നത് ഒരു റാഷണൽ ഫങ്ഷനാണ്. 1 ഇസ് എ പോളിനോമിയൽ, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് പോളിനോമിയൽ. എക്സ് എന്ന് പറയുന്നതും ഒരു പോളിനോമിയലാണ്. പക്ഷേ ഇവിടെ ഡിനോമിനേറ്റർ 0 ആകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് കണ്ടീഷൻ കൊടുക്കണം? വേർ എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഈ ഒരു ഫങ്ഷൻ്റെ ഗ്രാഫ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ നിങ്ങളോട് വരച്ചിട്ട് വരാൻ പറഞ്ഞിരുന്നു. സോ ഗ്രാഫ് മേ ബി ലൈക്ക് ദിസ്. ഇത് നോട്ടിൽ വൃത്തിയിൽ വരയ്ക്കണം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഹിയർ യു ഹാവ് 1, 2, 3. ഇവിടെ നിങ്ങൾക്ക് -1, -2, -3, 1, 2, 3 എക്സെട്ര, -1, -2 എക്സെട്ര. ആ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഇവിടെ 0 ഉണ്ട് കേട്ടോ. ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ഈ ആക്സിസിനെ ടച്ച് ചെയ്യില്ല. ആക്സിസിനെ ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോകും. കുറച്ചും കൂടി അടുപ്പിച്ച് വരയ്ക്കണം. ഞാനിവിടെ ഈ നെഗറ്റീവ് നമ്പേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ നമ്മൾ ഈ ഗ്രാഫ്, ഈ എക്സ് ആക്സിസ്, ഈ വൈ ആക്സിസിനും ഈ എക്സ് ആക്സിസിനും പാരലായിട്ട് പോകും. പക്ഷെ ഒരിക്കലും അതെന്ത് ചെയ്യില്ല, മീറ്റ് ചെയ്യില്ല. ഇവിടെ അതേപോലെ കുറച്ചും കൂടി അടുപ്പിച്ച് വരയ്ക്കണം കേട്ടോ. അപ്പോൾ ഇത് അടുപ്പിച്ച് വരയ്ക്കുമ്പോൾ ഇത് ടച്ച് ചെയ്യരുത്, ടച്ച് ചെയ്യാതെ പോകും. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് 1/x. ദിസ് ഈസ് യുവർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x. നെക്സ്റ്റ് ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ. മോഡുലസ് ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇങ്ങനെ. ഇതാണ് നൊട്ടേഷൻ. ഒരു 2 സ്ട്രെയിറ്റ് ലൈൻ്റെ ഇടയിൽ എക്സ്. ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് മോഡുലസ്. ഇത് വായിക്കുന്നത് മോഡുലസ് എന്നാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇവിടെ ഫങ്ഷൻസ് എല്ലാം തന്നെ എഫ് ഈസ് എ ഫങ്ഷൻ ഫ്രം ആർ ടു ആർ ആണ്. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്കാണ് ഫങ്ഷൻ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്.
ഇതെന്താ മെയിൻ ചെയ്യുന്നത്? ഈ ഒരു സിമ്പലിനെ കൊണ്ട് ഇതെന്താ മെയിൻ ചെയ്യുന്നത്? അതിങ്ങനെയാണ്. അത് മെയിൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, ശ്രദ്ധിച്ചോ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഈക്വൽ ടു മൈനസ് എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ 0. അതായത് നിങ്ങൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂസ് ശ്രദ്ധിക്കണം. എക്സിൻ്റെ വാല്യൂസ് ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0. ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ആരൊക്കെ വരും? പോസിറ്റീവ് നമ്പേഴ്സ് എല്ലാം വരും. അതിൻ്റെ എല്ലാം ഇമേജ് ആരായിരിക്കും? എക്സ് തന്നെ ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടില്ല എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. അപ്പോൾ എക്സോ 0യോ 0ൻ്റെ മുകളിലുള്ള നമ്പേഴ്സോ ആണെങ്കിൽ നിങ്ങളുടെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് തന്നെ ആയിരിക്കും. ഇനി എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ, അതായത് നിങ്ങൾ എടുക്കുന്ന എക്സിൻ്റെ വാല്യൂസ് നെഗറ്റീവ് നമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ ഫംഗ്ഷൻ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് എക്സ് ആയിരിക്കും. നിങ്ങൾ എന്താണോ എക്സ് എടുക്കുന്നത് അതിൻ്റെ കൂടെ ഒരു മൈനസും കൂടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ എക്സ് ഈക്വൽ ടു 5 എടുത്തു. എക്സ് ഈക്വൽ ടു 5 എന്ന നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 തന്നെ ആയിരിക്കും. അപ്പോൾ ഞാൻ എഴുതുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. ദാറ്റ് ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് 5 ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമ്മളെ വാല്യൂ എന്തായിരിക്കും? 5 തന്നെ വരും. ഇനി ഞാൻ അടുത്തൊരു എക്സാമ്പിളായിട്ട് എക്സ് ഈക്വൽ ടു -2 എടുത്തു. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ് ഫങ്ഷൻ. എന്ത് വരും? എക്സിന് -2 എന്ന് പറയുന്നത് എക്സ് ഇസ് എ നമ്പർ ലെസ് ദാൻ 0 ആണ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -2. എക്സിന് പകരം ഞാൻ -2 കൊടുത്തു. ഇവിടെ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 5 ഈക്വൽ ടു മോഡ് 5. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -2 വിച്ച് ഈസ് ഈക്വൽ ടു മോഡ് ഓഫ് -2 അല്ലേ? എക്സിന് പകരം എന്ത് കൊടുത്തു? -2 കൊടുത്തു. വിച്ച് ഈക്വൽ ടു ലെസ് ദാൻ 0 ആണെങ്കിൽ ഫങ്ഷൻ എന്താ വരുന്നത്? ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ മൈനസ് എക്സ്. ഈ എക്സിൻ്റെ വാല്യൂവിൻ്റെ കൂടെ ഒരു മൈനസ് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്ത് കൊടുത്തു? മൈനസ് കൊടുത്തു. എക്സിൻ്റെ വാല്യൂ നിങ്ങൾക്ക് -2 അല്ലേ? -2 കൊടുത്തു. മൈനസും മൈനസ് എന്ത് വരും? +2 വരും. മൈനസും +2 വരും. മൈനസ് ഇവിടെ ഓൾറെഡി നമ്മൾ ഈ ഫംഗ്ഷനിൽ ഉള്ള മൈനസാണ് അല്ലേ? നമുക്ക് ഈ ഫംഗ്ഷനിൽ -x എന്നാണ് ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ആ മൈനസ് കൊടുത്തു. പിന്നെ എൻ്റെ എക്സ് തന്നെ -2 ആണ്. സോ മൈനസ് ഓഫ് -2 വിച്ച് ഈസ് ഈക്വൽ ടു 2. ഇനി ഒരു എക്സാമ്പിളും കൂടി പറയാം. ഇത് ചിലപ്പോൾ അത്ര ക്ലിയർ ആയിട്ടുണ്ടാവില്ല, നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നതല്ലേ. അപ്പോൾ ഞാനിവിടെ എക്സിൻ്റെ വാല്യൂ എക്സ് ഈക്വൽ ടു -5 എടുത്തു. അപ്പോൾ എക്സ് -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് എ നമ്പർ ലെസ് ദാൻ 0. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് എന്താ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് ആണ്. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് -5 ഈക്വൽ ടു എഫ് ഓഫ് -5. നമ്പർ ലെസ് ദാൻ 0 ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വരും? മോഡുലസ് ഓഫ് -5. ഇതുവരെ നമുക്ക് എഴുതാം. ഇതിൻ്റെ മീനിങ് എന്താ? അതിൻ്റെ മീനിങ് ആണ് നമ്മളിവിടെ മുന്നിൽ ഡിഫൈൻ ചെയ്തതല്ലേ. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എന്ത് വരും? എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ -x വരും. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു മൈനസ് ഇട്ടു. പിന്നെ എൻ്റെ എക്സും എഴുതി. എക്സ് എത്രയാ? -5 ആണ്. മൈനസ് ഓഫ് -5 ഈക്വൽ ടു 5. ക്ലിയർ ആയോ? ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ എക്സിന് ഏത് വാല്യൂസ് എടുത്താലും, നമ്മളൊരു ഷോർട്ട് കട്ട് പറയുകയാണേ, എക്സിന് നിങ്ങൾ ഏത് വാല്യൂസ് കൊടുത്താലും നിങ്ങളുടെ മോഡുലസ് ഫങ്ഷൻ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് നമ്പർ ആയിരിക്കും അല്ലേ? നിങ്ങൾ ഏത് വാല്യൂം കൊടുത്താലും നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടുന്നത് എന്തായിരിക്കും? ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇവിടെ നോക്കൂ, എക്സിന് 5 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? മോഡുലസ് വാല്യൂ 5 കിട്ടി. എക്സിന് -2 കൊടുത്തു മോഡുലസ് വാല്യൂ എന്ത് കിട്ടി? -2 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് മോഡുലസ് വാല്യൂ 2 കിട്ടി.
-5 കൊടുത്തപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടി? മോഡുലസ് വാല്യൂ 5 കിട്ടി. ഇനി എക്സിന് സപ്പോസ് യു ആർ ഗിവിങ് എക്സ് ഈക്വൽ ടു, എക്സിന് ഞാനിപ്പോൾ -10 കൊടുക്കുകയെന്ന് വെച്ചോ, എക്സ് ഈക്വൽ ടു -10. ഇപ്പോൾ നിങ്ങൾക്ക് പറയാമല്ലോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതിൻ്റെ വാല്യൂ എന്തായിരിക്കും? എഫ് ഓഫ് -10 എന്ന് പറയുന്നത് വാല്യൂ എന്തായിരിക്കും? അത് 10 തന്നെ ആയിരിക്കും. ക്ലിയർ? എക്സിന് ഞാനൊരു -100 കൊടുത്താലോ, അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. ഇതാണ് നിങ്ങളുടെ ഫംഗ്ഷൻ. അപ്പോൾ എഫ് ഓഫ് -100 എന്തായിരിക്കും? 100 തന്നെ ആയിരിക്കും. ക്ലിയർ ആണോ? ഇപ്പം ഇനിയിപ്പോൾ എക്സിന് നിങ്ങൾ വെറും 100 കൊടുത്തു, എക്സിന് നിങ്ങൾ പോസിറ്റീവ് 100 കൊടുത്തു, അപ്പോഴും എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ്. അപ്പോൾ എഫ് ഓഫ് 100 എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ആ പോസിറ്റീവ് നമ്പർ തന്നെയായിരിക്കും, 100 തന്നെയായിരിക്കും. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവും പോസിറ്റീവും ഏത് നമ്പർ കൊടുത്താലും നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ്റെ ഇമേജ് എന്തായിരിക്കും? പോസിറ്റീവ് നമ്പർ ആയിരിക്കും. അടുത്ത ഫംഗ്ഷനാണ് സിഗ്നം ഫംഗ്ഷൻ. ഈ സിഗ്നം ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ 1-2 തവണയായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ശ്രദ്ധിച്ചോ, സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണെ ശ്രദ്ധിക്കണം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, ഇതിന് 3 വാല്യൂസ് ഉണ്ട്. ആരൊക്കെയാ? എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ദ വാല്യൂ ഈസ് 1. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ വാല്യൂ 0. എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ വാല്യൂ -1. എങ്ങനെയാണ്? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും? 1 ആയിരിക്കും. ഏത് വാല്യൂ എടുത്താലും ഗ്രേറ്റർ ദാൻ 0 ഏത് വാല്യൂ എടുത്താലും നിങ്ങളുടെ ഫംഗ്ഷൻ്റെ ഇമേജ് എന്തായിരിക്കും? 1 ആയിരിക്കും. 0 ആണെങ്കിൽ 0, ലെസ് ദാൻ 0 ആണെങ്കിൽ -1, ഏത് വാല്യൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഐ എം ടേക്കിംഗ് എക്സ് ഈക്വൽ ടു 2. എക്സ് ഞാൻ 2 എടുത്തു. 2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണല്ലോ. അപ്പോൾ നിങ്ങളുടെ എഫ് ഓഫ് എക്സ് എന്തായിരിക്കും? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കും. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ യുവർ ഇമേജ് വിൽ ബി ഓൾവേസ് 1. അപ്പോൾ 2 is a number greater than 0. So what is your function? F of x equal to 1. Now what about x equal to 0? If your x is equal to 0, what is your function? Your function, which implies your function f of x equal to 0. Now I am taking x equal to -5. We know -5 is a number less than 0. ഈ നമ്പർ ഞാൻ എന്താ എടുത്തത്? ലെസ് ദാൻ 0 ആണ്. ലെസ് ദാൻ 0 ആയ ഏതൊരു വാല്യൂവിനും യുവർ ഫംഗ്ഷൻ ഇമേജ് വിൽ ബി -1. സോ വിച്ച് ഇംപ്ലൈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. Such a function, this type of function is known as signum function. അപ്പം ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കാം, സപ്പോസ് ഐ എം ടേക്കിംഗ് എക്സ് ഈക്വൽ ടു -10. എക്സ് -10 ആണെങ്കിൽ വാട്ട് ഈസ് യുവർ ഫംഗ്ഷൻ? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -10. എക്സിൻ്റെ വാല്യൂ -10 ആണെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ ലെസ് ദാൻ 0. അപ്പോൾ വാട്ട് ഈസ് യുവർ ഇമേജ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു -1. Now what about x equal to 10? X is a number greater than 0 അല്ലേ? 10 is a number greater than 0. Greater than 0 ആണെങ്കിൽ your function value must be equal to, f of x must be equal to 1. ക്ലിയർ ആയോ? അപ്പോൾ ഇതിന് നമുക്കൊരു ഗ്രാഫ് വരച്ച് നോക്കാം. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു. ഇതാണ് നിങ്ങളുടെ 0. ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ദിസ് ഈസ് യുവർ എക്സ് ആക്സിസ്. Here you have -1, -2, -3. This is your y-axis. Here you have -1, -2, -3. ഇവിടെ നിങ്ങൾക്ക് -1, -2, etc. ഇനി ഇവിടുത്തെ ഇമേജ് 0 എന്ന പോയിൻറ്റിൻ്റെ ഇമേജ് എവിടെയാണ്? 0ൽ തന്നെയാണ്. അപ്പോൾ ഇവിടെ തന്നെയാണ് 0ൻ്റെ ഇമേജ്. 1ൻ്റെ ഇമേജ് എവിടെയാണ്? ഇതെല്ലാം പോസിറ്റീവ് ആണ്. 1, 2, 3 etc. ആണ്. 1 എന്ന എലമെൻറ്റിൻ്റെ ഇമേജ് എത്രയാണ്? 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ഇമേജ് എവിടെ വരും? 1ൽ വരും. അപ്പോൾ 1 ആണെങ്കിൽ എൻ്റെ ഇമേജ് എവിടെ വരും?
ഇവിടെ വരും. ഇവിടെ അല്ലേ 1 വരും. 2 ആണെങ്കിലോ, 2 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണ്, ഇവിടെ വരും. ഇനി 1.5 ആണെങ്കിലോ അതും ഇവിടെ വരും. 2.5 അതും ഇവിടെ വരും. 0.5 അതും ഇവിടെ വരും. ഈ നമ്പേഴ്സ് എല്ലാം എക്സിനെ 0നേക്കാൾ വലിയ നമ്പേഴ്സാണ്. 0നേക്കാൾ വലിയ നമ്പേഴ്സിൻ്റെ എല്ലാം ഇമേജ് എവിടെ വരും? 1 എന്ന പോയിന്റിൽ വരും. ദിസ് ഈസ് യുവർ പോയിന്റ് 1. അപ്പോൾ ഇതെല്ലാം ജോയിൻ ചെയ്താൽ യു ഹാവ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ഇനി ലെസ് ദാൻ 0 ആണെങ്കിലോ, ഞാനിപ്പോൾ -1 എടുത്തു. -1 എന്ന് പറയുന്നത് ലെസ് ദാൻ 0 അല്ലേ? ലെസ് ദാൻ 0 ആണെങ്കിൽ നിങ്ങളുടെ ഇമേജ് എവിടെയാണ്? -1ലാണ്. ഇതാണ് -1. -1ൻ്റെ ഇമേജ് എവിടെ വരും? ഇമേജ് നോക്കേണ്ടത് y ആക്സിസിലാണ്. -1 ഇതാ. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിന്റ് ചെയ്യണം. -2ൻ്റെ ഇമേജ് എവിടെ വരും? അതും -1ൽ വരും. -3ൻ്റെ എവിടെ വരും? അതും -1ൽ വരും. കാരണം ലെസ് ദാൻ 0 ആയ എല്ലാ ആളുകളുടെയും ഇമേജ് എവിടെയാണ് വരിക? -1ലാണ് വരിക. ഇപ്പോൾ -1.5 അത് വന്നു, -0.5 അതും ഇവിടെ വന്നു. അപ്പോൾ ഈ ലെസ് ദാൻ 0 ഉള്ള എല്ലാ ആളുകളും എവിടെയാണ് ഉണ്ടാവുക? ഗ്രാഫ് ഇവിടെ ഉണ്ടാവും. സോ ദിസ് ഈസ് യുവർ ഗ്രാഫ് ഓഫ് ദി സിഗ്നം ഫങ്ഷൻ. 0ൽ 0 ഉണ്ട് കേട്ടോ. 0ൻ്റെ ഇമേജ് 0ൽ തന്നെ. ഇവിടെ 0 ഇല്ല, ഈ y ആക്സിസുമായി ടച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത നമ്പർ മുതൽക്ക് എല്ലാം 1ൽ വരും. ഇവിടെ അതെ, y ആക്സിസിനെ ടച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ തൊട്ടടുത്ത നമ്പർ മുതൽക്കെല്ലാം -1ൽ വരും. ദിസ് ഈസ് ദ ഫിഗർ f of x equal to സിഗ്നം ഫങ്ഷൻ. സിഗ്നം ഫങ്ഷൻ, ഇതാണ് സിഗ്നം ഫങ്ഷൻസിൻ്റെ ഗ്രാഫ്. നേരത്തെ ഞാൻ മോഡ് എക്സിൻ്റെ ഗ്രാഫ് വരയ്ക്കാൻ വിട്ടുപോയിരുന്നു. ആ മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് വരയ്ക്കണം. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത ഫങ്ഷനാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ. അത് ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: f of x ഈക്വൽ ടു ഒരു സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് എക്സ്. ഇത് ഇൻ്റർവെൽ ഒന്നും അല്ല കേട്ടോ, നമ്മളിപ്പോൾ ഫങ്ഷൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്താ വായിക്കുക? ദിസ് സിമ്പിൾ ഡിനോട്ട്സ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ. ഇതങ്ങനെയാണ് വായിക്കുക. f of x ഈക്വൽ ടു ഈ ഒരു സിമ്പിൾ എഴുതിയാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ. ഇതെന്താണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്? ഈ ഒരു സിമ്പിൾ എന്താ മീൻ ചെയ്യുന്നത്? ഇവിടെ നോക്കിക്കോളൂ. അത് ഞാൻ ഒരു ഫിഗറിൽ വരച്ച് കാണിച്ചു തരാം. അതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരാം. ഇപ്പോൾ ഞാനിവിടെ ഒരു ഗ്രാഫ് വരച്ചു. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ 0 ഉണ്ട്, 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. ഇവിടെ -1, -2, -3, -4. മുകളിലേക്ക് 1, 2, 3 എക്സെട്ര. താഴെ -1, -2 എക്സെട്ര. ഈ ഫങ്ഷൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കണം. ഇത് ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങളുടെ വാല്യൂസ്, അതായത് എക്സിൻ്റെ വാല്യൂസ് 0 മുതൽക്ക് 1 വരെയാണെങ്കിൽ, ശ്രദ്ധിക്കണം, 0 മുതൽക്ക് 1 വരെയാണെങ്കിൽ ഇതിൻ്റെ എല്ലാം ഇമേജ് 1ലായിരിക്കും. 0 മുതലുള്ള എല്ലാ നമ്പറിൻ്റെയും എവിടെ വരെ? 1 വരെയുള്ള നമ്പറിൻ്റെ ഇമേജ് എവിടെയായിരിക്കും? 1ലായിരിക്കും. ഇനി 1 മുതൽക്ക് 2 വരെയുള്ള നമ്പേഴ്സ്, 1 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ്, ആ നമ്പേഴ്സിൻ്റെ ഇമേജ് എവിടെയായിരിക്കും? അതെല്ലാം 2ലായിരിക്കും. 1 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ്, 1 മുതൽ 2 വരെയുള്ള നമ്പേഴ്സ്, ഇതല്ലേ 1 മുതൽക്ക് 2 വരെ. ഈ എക്സ് വാല്യൂസിൻ്റെ എല്ലാം ഇമേജ് എവിടെയായിരിക്കും? ഈ 2ന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 2 മുതൽക്ക് 3 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇമേജ് എവിടെയായിരിക്കും? 2 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇമേജ് അതെവിടെയായിരിക്കും? അത് 3ലായിരിക്കും. 3 ഇവിടെയല്ലേ വരുന്നത്. അപ്പോൾ 2 മുതൽ 3 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഇമേജ് ഇവിടെയായിരിക്കും, 3ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത നമുക്ക് നോക്കാമല്ലോ. 3 മുതൽക്ക് 4 വരെ എവിടെയായിരിക്കും? അത് നമുക്ക് എവിടെ വരും? 4ൽ വരും. അതേപോലെ -1 മുതൽക്ക് 0 വരെ എവിടെയായിരിക്കും? അത് 0ലായിരിക്കും, അതിവിടെയായിരിക്കും. ഇനി -2 മുതൽക്ക് -1, ഇതിലേതാണോ വലിയ നമ്പർ അവിടെയൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. -2 മുതൽക്ക് -1 വരെ അതെവിടെയായിരിക്കും?
അത് -1-ലായിരിക്കും. നമ്മൾ ഈ ഇമേജ് നോക്കേണ്ടത് എപ്പോഴും y ആക്സിസിലാണ് കേട്ടോ. ഇനി -3 മുതൽക്ക് -2 വരെ, -3 -2, ഇതിൽ ഹയസ്റ്റ് നമ്പർ -2 അല്ലേ, അതെവിടെയായിരിക്കും? അത് -2-ലായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കണ്ടോ, ഒരു സ്റ്റെപ്പ് മാതിരിയല്ലേ ഉള്ളത് അല്ലേ? നമ്മളിങ്ങനെ ഒരു സ്റ്റെപ്പ് വരച്ചത് മാതിരിയാണുള്ളത്. അപ്പോൾ ഈ ഫംഗ്ഷനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നുകൂടെ പറയാറുണ്ട്. സ്റ്റെപ്പ് ഫംഗ്ഷൻ അത് കുറച്ച് ഹയർ സ്റ്റഡീസിലെത്തുമ്പോഴാണ് നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുക. എന്നിരുന്നാലും നിങ്ങളിപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കണം. കാരണം നമുക്ക് ആ ഗ്രാഫ് കാണുമ്പം, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നത് ഈ പേരായിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവും ആ ഗ്രാഫ് ഒരു സ്റ്റെപ്പ് മാതിരിയാണ്. ഇതാരെ ഫംഗ്ഷനാണ്? ദിസ് ഇസ് വാട്ട് വി കോൾ ആസ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷനെ തന്നെ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് എടുത്തില്ലേ, ഇത് നേരെ തിരിച്ചൊരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയും പറയാറുണ്ട്. ശരിക്കും ഇത് 2 ഫംഗ്ഷൻ കൂടിയിട്ടുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇതിപ്പോൾ നമ്മളെല്ലാം മാപ്പ് ചെയ്തത് എങ്ങോട്ടാ? 0 മുതൽക്ക് 1 വരെ ഉള്ളത് മാപ്പ് ചെയ്ത് 1-ലല്ലേ. 1 മുതൽക്ക് 2 വരെ മാപ്പ് ചെയ്തത് 2-ലാണ്. 2 മുതൽക്ക് 3 വരെ മാപ്പ് ചെയ്തതെല്ലാം വലിയ നമ്പറിലേക്ക്. നേരെ തിരിച്ചും നമുക്ക് ചെയ്യാം. 0 മുതൽക്ക് 1 വരെ 0-ലേക്ക് മാപ്പ് ചെയ്യാം. ഇനി 1 മുതൽക്ക് 2 വരെ 1-ലേക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഒരു സ്റ്റെപ്പ് താഴേക്ക് ഇറങ്ങി വരും. വേണ്ട, ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി നമ്മൾ കേട്ടോ. അപ്പോൾ ഇത് പഠിച്ചാൽ മതി. അപ്പോൾ ദിസ് ഈസ് അവർ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ആ ഫംഗ്ഷൻ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ഈ ഫിഗറിന് തന്നെ ഇറ്റ് ഈസ് എ സ്റ്റെപ്പ് ഫംഗ്ഷൻ. 0 മുതൽക്ക് 1 വരെയാണെങ്കിൽ ഇമേജ് 1-ൽ വരും. 1 മുതൽക്ക് 2 വരെയാണെങ്കിൽ ഇമേജ് 2-ൽ വരും. 2 മുതൽക്ക് 3 വരെയാണെങ്കിൽ ഇമേജ് 3-ൽ വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. x ഈക്വൽ ടു 2.5 ആണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ f(x) എത്രയായിരിക്കും? x 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലല്ലേ വരുന്നത്. ഇവരുടെ ഇമേജ് എവിടെയാണ് വരുന്നത്? 3-ലാണ്. 2-ൻ്റെയും 3-ൻ്റെയും ഇടയിലാണെങ്കിൽ ഇമേജ് എവിടെയാണ് വരിക? 3-ൽ വരും. ഇനി എക്സിൻ്റെ വാല്യൂ സപ്പോസ് x ഈക്വൽ ടു 5.5. വാട്ട് ഈസ് യുവർ f(x)? 5.5 എന്ന് പറയുന്നത് 5-ൻ്റെയും 6-ൻ്റെയും ഇൻ ബിറ്റ്വീനിലല്ലേ. അപ്പോൾ നിങ്ങളുടെ ഗ്രാഫ് എവിടെ കിടക്കും? 6-ൽ കിടക്കും. ഇനി x ഈക്വൽ ടു -2.2. നെഗറ്റീവ് വരുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. -2.2. അപ്പോൾ ഇവിടെ നോക്കിക്കോ, 2.2 ഇവിടെ അല്ലേ വരിക? 2.2 ഇതിൻ്റെ രണ്ടിൻ്റെയും, അതായത് -2-ൻ്റെയും -3-ൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് വരിക. ഇതിലാരാ വലിയ നമ്പർ? ഇതിൽ വലിയ നമ്പർ -2 ആണ്. അപ്പോൾ f(x) ഈക്വൽ ടു -2 വരും. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു -4.4. അപ്പോൾ f(x) എത്ര വരും? -4.4. അപ്പോൾ -4.4 എന്ന് പറയുമ്പോൾ നമുക്കറിയാം -4-ൻ്റെയും -5-ൻ്റെയും ഇൻ ബിറ്റ്വീനിലാണ് ഉണ്ടാവുക അല്ലേ. -4-ൻ്റെയും -5-ൻ്റെയും ഇൻ ബിറ്റ്വീനിൽ. ഇതിലാരാ വലുത്? -4 ആണ് വലുത്. സോ f(x) ഈക്വൽ ടു -4. ക്ലിയർ ആണല്ലോ?